नमस्कार दोस्तों, मैं अजीना सहृदय हिंदी विद्यालय में आप सभी को स्वागत करती हूँ। आज मैं आप लोगों को मात्रा परिचय सिखाऊंगी। इसे कैसे बनाते हैं और क्या करते हैं, तो आइए शुरू करते हैं। बच्चों, നമുക്ക് തുടങ്ങിയാലോ? നാം ഇന്ന് പഠിക്കുന്ന എന്താണ്? മാത്രാ പരിചയം. മാത്രാ പരിചയം. എന്താണ് മാത്ര? എന്താണ് മാത്ര? സിംബൽസ് അല്ലേ? നിങ്ങള് മലയാളം അക്ഷരങ്ങൾ പഠിച്ചിട്ടില്ലേ? സ്വരാക്ഷരങ്ങൾ അല്ലേ? അപ്പൊ ഈ സ്വരാക്ഷരങ്ങൾ, ഈ അക്ഷരങ്ങൾക്ക് ആ മുതൽ നിങ്ങൾ ഏതൊക്കെ അക്ഷരം പഠിച്ചിട്ടുണ്ട്? ആ വരെ പഠിച്ചിട്ടുണ്ട്. അപ്പോ ആക്ക് മാത്രയില്ല, ആക്ക് മാത്രമേ ഉണ്ട് അല്ലേ? അപ്പൊ ഇങ്ങനെ ഓരോ മാത്രകളും നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അതുപോലെ നമുക്ക് ഹിന്ദിയിലും മാത്രകളുണ്ട്. അപ്പൊ ഏതാണെന്ന് അറിയണ്ടേ? നമ്മുടെ വിഷയം എന്താണെന്ന്? മാത്ര പരിചയം, സിംബൽ ഓഫ് വവൽസ്. നിങ്ങൾക്കറിയാം സ്വരങ്ങൾ അല്ലെ? വവൽസ് എന്ന് വെച്ചാൽ എന്താണ്? അതെ, സ്വരവർണ്ണ. സ്വരവർണ്ണ മലയാളത്തില് സ്വരങ്ങൾ എന്ന് പറയും, ഹിന്ദിയില് സ്വരവർണ്ണ എന്ന് പറയും. ആ മുതൽ ഔ വരെയുള്ള 11 അക്ഷരങ്ങളെയാണ് നാം സ്വരങ്ങൾ എന്ന് പറയുന്നത്, സ്വരവർണ്ണ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ സ്വരവർണ്ണ പരിചയപ്പെടാം. ഓരോ അക്ഷരവുമുണ്ട്. ഏതൊക്കെയാണ് അക്ഷരങ്ങൾ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ സ്വരവർണ്ണ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ മുതൽ ഔ വരെയുള്ള എല്ലാ വർണ്ണങ്ങളും എഴുതാനും അവ പറയാനും നാം മനസ്സിലാക്കി, ശരിയല്ലേ? ഇനി അവയുടെ മാത്രകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തെ അക്ഷരം ഏതാണ്? സ്വരങ്ങളിൽ ആദ്യത്തെ അക്ഷരം ഏതാണ്? ഏതാണിടെ? ആ. അപ്പൊ എല്ലാവരും ഹെഡിങ് എഴുതിക്കേ. മാത്ര പരിചയം, സിംബൽ ഓഫ് വവൽസ്. ഈ മാത്ര പരിചയം എങ്ങനെയാണ് എഴുതുന്നത് ഞാനൊന്ന് എഴുതി കാണിക്കാം കേട്ടോ. എല്ലാവരും അതുപോലെ എഴുതണം കേട്ടോ. നോക്കി, ആദ്യം നമുക്ക് എപ്പോഴും ഹിന്ദി എഴുതുമ്പോൾ പറയുന്നത് പോലെ തന്നെയാണ്. എന്താണ്? നമുക്ക് ഈ 4 ലൈൻ ബുക്കിലാണ് നാം ഹിന്ദി ആദ്യം എഴുതി പഠിക്കേണ്ടത്. അപ്പോൾ 4 ലൈൻ ബുക്കിൽ എഴുതുമ്പോൾ ഈ ഫസ്റ്റ് ലൈൻ അല്ലെ, ഈ ഫസ്റ്റ് ലൈൻ നമ്മൾ ലീവ് ചെയ്യുക. അതിന് ശേഷമുള്ള ഈ 3 ലൈൻസിൽ മാത്രമേ, ഈ 3 ലൈനിൽ മാത്രമേ നമ്മൾ എന്ത് എഴുതുകയുള്ളൂ? അക്ഷരങ്ങൾ എഴുതുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ മുകളിൽ ലൈൻ ഇട്ടിരിക്കുന്നത് എന്തിനാണ്? അതെന്തിനാണ്? അതെ, നമ്മുടെ മാത്ര, അതായത് സിംബൽസ് എഴുതാനുള്ള സ്പേസ് ആണത്. മനസ്സിലായോ? ഇപ്പൊ എന്തിനാണ് നാം ഈ മുകളിലത്തെ ഈ ഒരു ലൈൻ ലീവ് ചെയ്യുന്നത് മനസ്സിലായി കാണുമല്ലോ. അപ്പൊ നോക്കൂ, നമുക്ക് ആദ്യം എഴുതുന്നതിന് മുമ്പായിട്ട് നോക്കൂ, ശ്രദ്ധിക്കുക. ഇവിടെ എന്ത് ചെയ്യണം? സെക്കൻഡ് ലൈനിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഒരു ചെറിയൊരു സ്റ്റാൻഡിങ് ലൈൻ വരച്ചു. കണ്ടോ? ഒരു സ്റ്റാൻഡിങ് ലൈൻ അങ്ങ് വരച്ചു. നമ്മുടെ ഹിന്ദി എന്ന് പറയുന്നത്, ഹിന്ദി അക്ഷരങ്ങളെല്ലാം എന്താണ്? നമ്മുടെ സ്റ്റാൻഡിങ് ലൈനും സ്ലീപ്പിംഗ് ലൈനും കർവും കൊണ്ടുള്ള ഒരു കളിയാണ് കേട്ടോ. ഇത് മാത്രമാണ് ഇതിനകത്തുള്ളത് അല്ലേ? ഇവ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടാണ് നാം എന്ത് എഴുതുന്നത്? ഹിന്ദി അക്ഷരങ്ങൾ എഴുതുന്നത്. നമുക്ക് നോക്കാം കേട്ടോ. ആദ്യം ഞാൻ എഴുതാൻ പോവുകയാണ്. ഇത് നോക്കി, ഇവിടുന്ന് ഇതുപോലെ ചെറിയൊരു വര വരച്ചു. തേർഡ് ലൈൻ ഒരല്പം താഴേക്ക് വന്നതിന് ശേഷം ഇതാ ഇങ്ങനെ തിരിഞ്ഞ് മുകളിലേക്ക് പോയി, കണ്ടോ? അതിനുശേഷം തിരിച്ചൊരു സ്ലീപ്പിംഗ് ലൈൻ വരച്ചു, കണ്ടോ? സ്ലീപ്പിംഗ് ലൈൻ വരച്ചു. ശേഷം ഒരു സ്റ്റാൻഡിങ് ലൈൻ വരച്ചു. ഓക്കെ, അതിനുശേഷം ആയുടെ ഒരു മാത്ര, ഇത് മാത്രമാണ് കേട്ടോ, ആയുടെ മാത്രയാണ്. 1 വരച്ചു കൊടുത്തു. പക്ഷെ അങ്ങോട്ട് മാറ്റിയിട്ട് ഒരു സ്റ്റാൻഡിങ് ലൈൻ വരച്ചു. ഇവിടുന്ന് ഒരു സ്ലീപ്പിംഗ് ലൈൻ കൊടുത്തു. പിന്നെ താഴേക്കൊരു ലൈൻ ഇല്ലേ, ചരിച്ചു വരച്ചു കൊടുത്തു. വീണ്ടും ഒരു സ്റ്റാൻഡിങ് ലൈൻ വരച്ചു കേട്ടോ. ഇതൊരു മാത്രയാണ് കേട്ടോ, നമ്മളിപ്പോ പഠിക്കുന്നത് എന്താണെന്ന് കണ്ടോ. അതിനുശേഷം ഞാൻ വരയ്ക്കുകയാണ്. മാത്രയും അല്ലെങ്കിൽ മാത്ര പരിചയം. എന്താ? മാത്ര എന്നിട്ട് സ്റ്റാൻഡിങ് ലൈൻ, മാത്ര എന്നിട്ട് പരിചയ. മാത്ര
പരിചയ്. ഇനി ഓരോ മാത്രകളും പരിചയപ്പെടാം. ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? എല്ലാവരും മാത്രാ പരിചയം എഴുതിയല്ലോ അല്ലേ? നമുക്കിനി ആദ്യത്തെ അക്ഷരം നോക്കാം. ഏതാണ് ആദ്യത്തെ അക്ഷരം? അതെ, ആയാണ് അല്ലേ? നമുക്ക് ആദ്യം ആ എഴുതാം. ഓരോ അക്ഷരങ്ങളും എഴുതാം. ശേഷം നമുക്ക് അവയുടെ സിമ്പിൾസ് എഴുതാം. ആദ്യത്തെ അക്ഷരം അ. ഏതാണിടെ? അ. കഴിഞ്ഞ ക്ലാസ്സിൽ ആ എങ്ങനെ എഴുതുന്ന പഠിച്ചിരുന്നല്ലോ. നമുക്ക് ചെറിയ കർവ് വരച്ചു അല്ലേ? കർവ് വരച്ചിട്ട് പിന്നെന്ത് ചെയ്തു? രണ്ടാമതൊരു കർവ് വരച്ചു. ആ കർവിന് പാല് കൊടുത്തു. എന്നിട്ട് സെക്കൻഡ് കർവിന്റെ മിഡിൽ ഭാഗത്ത് നിന്ന്, മധ്യഭാഗത്ത് നിന്ന് ഇങ്ങനെ ചരിച്ചൊരു ലൈൻ കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു? ഒരു സ്റ്റാൻഡിങ് ലൈൻ കൊടുത്തു. ആണോ? ഒരു സ്റ്റാൻഡിങ് ലൈൻ അങ്ങ് കൊടുത്തു. മുകളില് ചെറിയ സ്ലീപ്പിംഗ് ലൈൻ കൊടുത്തു. അപ്പൊ എന്തായി? ആ. ഈ ആക്ക് മാത്രമേ ഉണ്ടോ? ആക്ക് മാത്രയില്ല. ആ വർണ്ണക്കു കോയി മാത്ര നഹി ഹോത്തെ. ആക്ക് മാത്രകളൊന്നും തന്നെ ഇല്ല. കേട്ടോ? ഇത് ആയുടെ മാത്രല്ലേ? ആക്ക് മാത്ര ഇല്ല എന്ന് കാണിച്ചതാണ് കേട്ടോ. നമുക്ക് അടുത്ത ലെറ്റർ ഏതാണ്? ആ. ഏതാണ്? ആ. നോക്കൂ, ആ എന്ന ലെറ്റർ ആദ്യം എഴുതാം. ഏതക്ഷരമാണ്? ആ. ഏതക്ഷരമാണ്? ആ. അപ്പൊ ആയുടെ മാത്രം നോക്കാം നമുക്ക്. ആയുടെ മാത്ര നോക്കി. ആയുടെ മാത്ര വളരെ എളുപ്പമാണ് കേട്ടോ. എഴുതാൻ വളരെ എളുപ്പമാണ്. നോക്കിക്കോളൂ. ഞാനൊരു സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുന്നുണ്ടോ? കണ്ടോ? സ്റ്റാൻഡിങ് ലൈൻ വരച്ചു. ഇതിന്റെ മുകളില് ഒരു സ്ലീപ്പിംഗ് ലൈനോട് കൊടുത്തു. ഇത് എന്താണ്? ഇതാണ് നമ്മുടെ ആയുടെ മാത്ര. എന്താണിത്? ആക്കി മാത്ര. ആക്കി മാത്ര. ആയുടെ മാത്രയാണ്. നാം ഇപ്പൊ ഏതെങ്കിലും ഒരു അക്ഷരത്തിന്റെ കൂടെ ഈ ആക്കി മാത്ര ചേർക്കുകയാണെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഇവിടെ നമ്മളിപ്പോ മാ ഇവിടെ കണ്ടു അല്ലെ? ഇത് ഏതക്ഷരമാണ്? മ. ഇത് ഏതക്ഷരമാണ്? മ. അപ്പൊ ഇനി ഞാൻ മായുടെ കൂട്ടത്തില് ആയുടെ മാത്ര കൊടുക്കുകയാണെങ്കിൽ എന്താണ് വായിക്കുക? എങ്ങനെ വായിക്കാം നമുക്കതിനെ? നോക്കൂ, ആദ്യം എല്ലാവരും മാ എഴുതിക്കേ. കണ്ടോ? ഇങ്ങനെ വന്ന് ഇതുപോലെ. ഇത് മ. ഞാനിപ്പോ മായുടെ കൂടെ നമുക്കിനി ആയുടെ മാത്ര കൊടുക്കാം. ആയുടെ മാത്ര കൊടുത്താൽ നമുക്ക് ഇതിനെ എങ്ങനെ വായിക്കാം? മാ. എന്താണ്? മാ. ഉറക്കെ പറഞ്ഞേ. മാ. നോക്കൂ, മാ के साथ आ की मात्रा लगाने जाने पर इसका उच्चारण कैसे होगा? മാ. മായുടെ കൂടെ ആക്കി മാത്ര ചേർക്കുകയാണെങ്കിൽ നാം ഇതിനെ എങ്ങനെയാ ഉച്ചരിക്കുക? മാ. അപ്പോ ആയുടെ മാത്ര കണ്ടില്ലേ? ആയുടെ മാത്രയാണ് എന്ത്? തൈ കാണുന്നത് കേട്ടോ. ഇതാണ് ആയുടെ മാത്ര. നമ്മളിപ്പോ മാ എന്ന അക്ഷരത്തിനോടൊപ്പം ആയുടെ മാത്ര ചേർക്കുകയാണെങ്കിൽ നാം ഇതിനെ എന്ത് വായിക്കണം? മാ. എന്താ വായിക്കുക? മാ. ഇപ്പൊ കായുടെ കൂടെ ആക്കി മാത്ര ചേർക്കുകയാണെങ്കിൽ നമുക്കതിനെ എങ്ങനെ വായിക്കാം? അപ്പോ കാ എന്ന് വായിക്കണം. കാ. അപ്പൊ പായുടെ കൂടെ ആയുടെ മാത്ര ചേർക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ വായിക്കാം? പാ. എങ്ങനെ വായിക്കണം? പാ എന്ന് വായിക്കണം. ആയുടെ മാത്ര മനസ്സിലായല്ലോ അല്ലെ? ആയുടെ മാത്രയാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് അടുത്ത അക്ഷരം ഏതാണ്? ഇ.
നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ എന്ന വർണ്ണം നമുക്ക് ഇവിടെ എഴുതാം. കണ്ടു, ഞാനൊരു ചെറിയൊരു സ്റ്റാൻഡിങ് ലൈൻ വരച്ചു. അതിനുശേഷം എന്ത് ചെയ്യണം, കർവ് കൊടുക്കുകയാണ്. ദേ ഇതുപോലെ കർവ് കൊടുത്തു. ശേഷം വലിയൊരു കർവ് കൊടുത്തു കേട്ടോ. നമ്മൾ ആദ്യത്തെ കർവ് എങ്ങോട്ടാണ്? അത് റൈറ്റ് സൈഡിലേക്കാണ് വാ തുറന്നിരിക്കുന്നത് കണ്ടോ. അതിനുശേഷം വലിയ കർവ് എങ്ങോട്ടാണ്? അതെ, ലെഫ്റ്റ് സൈഡിലേക്ക് അല്ലെ, ലെഫ്റ്റിലേക്കാണ് അത് വാ തുറന്നിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്തു, ഒരു ചുനുക്കും കൂടെ അല്ലേ കറങ്ങി അകത്തൂടെ വന്ന് ഒരു താഴേക്കൊരു വള്ളിയും കൂടെ കൊടുത്തു. കണ്ടോ, ഇത് ഏതക്ഷരമാണ്? ചെറിയ ഇ, ചോട്ടി ഇ. ചോട്ടി ഇ എന്നാണ് പറയുക. നമുക്ക് 2 ഇ ഉണ്ട് അല്ലെ. ഇത് ചോട്ടി ഇ, ചെറിയ ഇ ആണ്. അപ്പൊ ഇതിന്റെ മാത്രം എങ്ങനെയാണെന്ന് അറിയണ്ടേ? നോക്ക്, ആദ്യം നമ്മൾ എന്താ വരയ്ക്കുക? സ്റ്റാൻഡിങ് ലൈൻ. കണ്ടല്ലോ, ഇത് എന്താണ്? സ്റ്റാൻഡിങ് ലൈൻ. സ്റ്റാൻഡിങ് ലൈൻ കഴിഞ്ഞു. ഇത് മാത്രമല്ല കേട്ടോ, ഇനി ശ്രദ്ധിക്കുക. ഇത് ഇവിടുന്ന് ഇങ്ങനെ എന്താണ്? നമ്മുടെ ചെറിയ ഈയുടെ മാത്രയാണിത്. ചോട്ടി ഈക്ക് മാത്ര. ചോട്ടി ഈക്ക് മാത്ര. ഇത് എന്താണ്? ചോട്ടി ഈക്ക് മാത്ര. ചെറിയ ഈയുടെ മാത്രയാണിത്. നാം ഇപ്പോൾ മായുടെ കൂടെ അല്ലെങ്കിൽ ഏതക്ഷരത്തിന്റെ കൂടെ किसी अक्षर के साथ, फॉर एग्जाम्पल माँ के साथ ई की मात्रा, छोटी ई की मात्रा लगाने जाने पर इसका उच्चारण എങ്ങനെ ഇരിക്കും? की, सॉरी मी. माँ के साथ ई की मात्रा लगाने जाने पर इसका उच्चारण मी. എങ്ങനെ ഉച്ചരിക്കുക? മി. എങ്ങനെ ഉച്ചരിക്കണം? മി. നാം ഇപ്പോ മായുടെ കൂടെ ചോട്ടി ഈക്ക് മാത്ര ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിനെ നാം എങ്ങനെ ഉച്ചരിക്കണം? മി. എന്താണ്? മി. 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 എന്താ വായിക്കുക? മി. എല്ലാവരും ഒന്ന് എഴുതിക്കേ. മി. നോക്ക്, ഇത് ചോട്ടി ഈ ആണ്. ചോട്ടി ഈയുടെ മാത്രയാണ് ഇത്. കണ്ടോ, ചോട്ടി ഈയുടെ മാത്രം എങ്ങനെ വരയ്ക്കുന്നേന്ന് കണ്ടോ? ഇതാണ് ചോട്ടി ഈക്ക് മാത്ര. മാ കെ സാത്ത് ചോട്ടി ഈക്ക് മാത്ര ലഗാനെ ജാനെ പർ, അതായത് മായുടെ കൂടെ നമ്മുടെ ചെറിയ ഈയുടെ മാത്ര ചേർക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ വിളിക്കാം? മി. എങ്ങനെയാണ്? മി. പറഞ്ഞേ, മി. എങ്ങനെയാ വിളിക്കുക? മി. മി. ഇപ്പൊ നമുക്ക് കായുടെ കൂടെയാണ് നാം ഇപ്പൊ ഇപ്പൊ ഒന്ന് കാ എഴുതി നോക്കാം. കായുടെ കൂടെ ചോട്ടി ഈക്ക് മാത്ര കൊടുക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ വിളിക്കാം? അപ്പോ ഒന്ന് പറഞ്ഞേ, എങ്ങനെ വിളിക്കാം? കി. എങ്ങനെയാ വിളിക്കുന്നത്? കി. പറഞ്ഞേ, കി. കായുടെ കൂടെ നാം ഇപ്പോ നമ്മുടെ ചോട്ടി ഈക്ക് മാത്രം കൊടുക്കുകയാണെങ്കിൽ ഇതിനെ കി എന്ന് വിളിക്കും. ഞാനിനി പായുടെ കൂടെ ഒന്ന് കൊടുത്തു നോക്കാം. പായുടെ കൂടെ ഈ ചോട്ടി ഈക്ക് മാത്രം കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ ഉച്ചരിക്കാം നമുക്കിതിനെ? പി. എങ്ങനെ ഉച്ചരിക്കാം? പി. പായുടെ കൂടെ, ഇത് പായാണ് കേട്ടോ. നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ വ്യഞ്ജനാക്ഷരങ്ങൾ പഠിക്കും. വ്യഞ്ജന സ്വര് പഠിക്കും. സോറി, വ്യഞ്ജന അക്ഷരങ്ങള് വർണ്ണം നമ്മൾ പഠിക്കും. അപ്പൊ നോക്കൂ, പായുടെ കൂടെ നാം ഇപ്പോ ഈക്ക് മാത്ര കൊടുത്തു. അപ്പൊ ഇതിനെ എങ്ങനെ ഉച്ചരിക്കാം? പി എന്ന് ഉച്ചരിക്കാം. നാം മായുടെ കൂടെ ചോട്ടി ഈയുടെ മാത്ര കൊടുത്തപ്പോൾ നമുക്ക് എങ്ങനെ പറയാം ഇതിനെ? മീ എന്നായി. ചോട്ടി ഈയുടെ മാത്രയാണ് കൊടുത്തിരിക്കുന്നത്, ചെറിയ ഈയുടെ മാത്രയാണ് കൊടുത്തത്. അപ്പൊ ഇതിന് എന്ത് വായിക്കും? മീ. കായുടെ കൂടെ ഈക്ക് മാത്ര കൊടുത്തപ്പോൾ അല്ലെ, കായുടെ കൂടെ ഈക്ക് മാത്ര കൊടുത്തപ്പോൾ ഇതിനെ എങ്ങനെ വായിക്കാം?
കി. പായുടെ കൂടെ ചോട്ടി ഈക്ക് മാത്ര കൊടുത്തപ്പോൾ, ചോട്ടി ഈയുടെ മാത്ര കൊടുത്തപ്പോൾ നമുക്കിതിനെ പി എന്ന് വായിക്കാം. എല്ലാവരും ആയുടെ മാത്രയും ചോട്ടി ഈയുടെ മാത്രയും പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ബഡി ഈക്ക് മാത്രം നോക്കാം. നമ്മൾ ചോട്ടി പഠിച്ചു, ഇനി ബഡി ഈക്ക മാത്രം നോക്കാം കേട്ടോ. വലിയ ഈയുടെ മാത്രം ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ എന്ന അക്ഷരം എഴുതാം. ബഡി ഈ ഒന്ന് എഴുതി നോക്കാം. നോക്കൂ, എല്ലാവരും ഈ എഴുതിക്ക. എല്ലാവരും ആദ്യം ഏതക്ഷരമാണ്? ഇതാണ് ഈ. ഇതാണ് നമ്മുടെ വലിയ ഈ ആണിത്. നമുക്ക് ഇതിന്റെ മാത്രം നോക്കാം. മാത്രം എങ്ങനെ എഴുതുന്നേന്ന് നോക്കൂ. ഞാൻ ആദ്യം എന്ത് ചെയ്തു? ഇവിടെ ഒരു സ്റ്റാൻഡിങ് ലൈൻ വരച്ചു. കണ്ടല്ലോ, സ്റ്റാൻഡിങ് ലൈൻ വരച്ചു. ശേഷം എന്ത് വേണം? ഇതുപോലെ കണ്ടോ, കണ്ടോ? നോക്ക്, ഇതെന്താണ്? ഇതാണ് നമ്മുടെ ബഡി ഈക്ക് മാത്ര. നമ്മുടെ വലിയ ഈയുടെ മാത്രയാണ് ഈ കാണുന്നത്. ഇതെന്താണ്? ബഡി ഈക്ക് മാത്ര. ബഡി ഈക്ക് മാത്ര, വലിയ ഈയുടെ മാത്രയാണ് ഇത്. അപ്പൊ നമുക്ക് മായുടെ കൂടെ, മാ എന്ന അക്ഷരത്തിന്റെ കൂടെ നമുക്ക് ഈ ബഡി ഈക്ക് മാത്ര, വലിയ ഈയുടെ മാത്ര ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ വായിക്കാം? അപ്പൊ ഞാൻ മാ എഴുതി, അതിന്റെ കൂടെ എന്ത് ചേർക്കുകയാണ്? വലിയ ഈയുടെ മാത്രയും കൊടുത്തു. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ വായിക്കാം, മീ. എന്താണ്? മീ. എല്ലാരും വായിച്ചേ, മീ. മായുടെ കൂടെ ബഡി ഈക്ക് മാത്ര, അല്ലെ, വലിയ ഈയുടെ മാത്ര ഞാൻ ചേർത്തപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ വായിക്കാം? മീ. അപ്പൊ ഞാനിപ്പോ നമുക്കിനി എന്താണ്? കാ കൊടുത്തു നോക്കാം. ഇവിടെ ഞാനിപ്പോ ഇവിടെ കാ കൊടുക്കണേ. കാ എഴുതി. ഇത് കാ എന്ന വർണ്ണമാണ്. ഈ കായുടെ കൂടെ ഞാൻ ഈയുടെ മാത്ര കൊടുക്കണം. അപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, എവിടെയാണ് മാത്ര കൊടുക്കുന്നതും കൂടെ അറിഞ്ഞിരിക്കണം. ഇതേതാ? ഇവിടുന്ന് വേണം ഇതാക്കാൻ കേട്ടോ. അത് ഞാൻ എന്ത് കൊടുക്കുകയാണ്? ഞാനിപ്പോ ഒരു സ്റ്റാൻഡിങ് ലൈൻ അങ്ങ് കൊടുത്തു. ഓക്കെ, സ്റ്റാൻഡിങ് ലൈൻ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണതാ? ഇവിടെ നിൽക്കണം കേട്ടോ. ഇവിടെ വേണം, ഇത് ഇങ്ങ് വരണം. നമുക്ക് എന്ത് വായിക്കാം? കീ. നമ്മൾ ആദ്യം എന്താ കൊടുത്തേ? മായുടെ കൂടെ ഈക്ക് മാത്ര കൊടുത്തു. മാക്കെ സാത്ത് ഈക്ക് മാത്ര लगाने जाने पर इसका उच्चारण मी. മായുടെ കൂടെ ഈക്ക് മാത്ര ചേർത്തപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ വായിക്കാം? മീ. അതുപോലെ കായുടെ കൂടെ ഈക്ക് മാത്ര ചേർത്തപ്പോൾ നമുക്ക് എന്ത് വായിക്കാം? കീ. അതുപോലെ പായുടെ കൂടെ നമുക്ക് ഈയുടെ മാത്ര ചേർക്കുകയാണെങ്കിൽ അതിനെ പി എന്ന് വായിക്കാം. മനസ്സിലായോ? അപ്പൊ നാം എന്തൊക്കെ പഠിച്ചു? ആക്കി മാത്ര പഠിച്ചു, അല്ലെ? ആക്കി മാത്ര കണ്ടു. അതിനുശേഷം അടുത്ത എന്താ പഠിച്ച? ഈയുടെ മാത്ര. ഇത് ഏത് ഈ ആണ്? ചെറിയ ഈ ആണ്, അല്ലെ? ഈക്കി. ഈക്കി മാത്ര, സ്മോൾ ഇ, അല്ലെ? ചോട്ടി ഈക്കി മാത്രയാണ്. നെക്സ്റ്റ് വൺ ഈ, അല്ലെ? ബഡി ഈ. ബഡി ഈക്ക് മാത്രയാണ്. എഴുതുന്നത് കണ്ടല്ലോ എല്ലാവരും. അടുത്ത അക്ഷരം ഏതാണ്? ഉ. ഏതാണ് അടുത്ത അക്ഷരം? ഉ. നമുക്ക് ആദ്യം ഉ എന്ന വർണ്ണം എഴുതാം. ഇവിടെ ഉ. എല്ലാവരും പറഞ്ഞെഴുതണം കേട്ടോ. പതുക്കെ പറഞ്ഞെഴുതുക. ഏതക്ഷരമാണ്? ഉ. ഏതാ ഇത്? അക്ഷരം ഏതാണ്? ഉ. പറഞ്ഞോളൂ, അക്ഷരം ഏതാണ്? ഉ. നമുക്കിനി ഊവിന്റെ മാത്ര നോക്കാം.
ഇതെന്താണ്? ഇത് ചെറിയ ഊ ആണ് കേട്ടോ. ഇത് ചെറിയ ഊ ആണ്. ഓക്കെ, ഊവിന്റെ മാത്ര എവിടെ എഴുതുന്നത് ശ്രദ്ധിക്കണേ. എല്ലാവരും ശ്രദ്ധിക്കുക. ഊവിന്റെ മാത്ര എവിടെയാണ് എഴുതുന്നതെന്ന് ശ്രദ്ധിക്കുക. നോക്കൂ, ഇതാണ് ഞാൻ ഇവിടെ ഊവിന്റെ മാത്ര എഴുതുന്നത്. ഇവിടാണ് മാത്ര കൊടുക്കുക. കണ്ടോ? എവിടെ കൊടുക്കുക? ദേ താഴെ. കർവ് ഇടില്ലേ? കർവ് തിരിച്ചിടുന്നത് അല്ലേ? നോക്ക്, കർവ് തിരിച്ചിടില്ലേ? ഇതാണ് നമ്മുടെ ഊവിന്റെ മാത്ര. ഇതിന് മുകളിൽ ഇത് ഘടിപ്പായൊന്നും കൊടുക്കണ്ട കേട്ടോ. ഇത് കാരണം എന്ന് വെച്ചാല് നമ്മളിത് താഴെയാണ് കൊടുക്കുക കേട്ടോ. നമുക്കിത് എങ്ങനെ എഴുതുന്നു നോക്കാം. ഈ ഊവിന്റെ മാത്ര നമ്മൾ എങ്ങനെ കൊടുക്കുന്നു നോക്കാം. എല്ലാരും ഊവിന്റെ മാത്ര കണ്ടല്ലോ. ഇനി നമുക്ക് അക്ഷരത്തിനോടൊപ്പം എങ്ങനെയാ കൊടുക്കുന്നത് നോക്കിയാലോ. നമുക്ക് മാ തന്നെ എടുക്കാം. അപ്പൊ ഞാനിപ്പോ മായുടെ കൂടെ ഊക്കി മാത്ര കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും നോക്കാം. നോക്ക്, ആദ്യം ഞാൻ മാ എഴുതുകയാണ്. ഇത് ഏതക്ഷരമാണ്? മാ. ഇനി ഞാന് ഊവിന്റെ മാത്ര കൊടുക്കാൻ പോവുകയാണേ. നോക്ക്, കണ്ടോ? എവിടെയാ കൊടുത്തത്? മു. എവിടെയാ കൊടുത്തിരിക്കുന്നത്? താഴെ. കണ്ടോ? നമ്മൾ സാധാരണ ഹിന്ദി അക്ഷരം എഴുതുന്നത് നമ്മുടെ 5 ലൈനിലാണ് എഴുതുക കേട്ടോ. 5 ലൈൻ. അതായത് ഇപ്പൊ താഴെ ഒരു ലൈനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ അക്ഷരം എവിടെ നിൽക്കും? ഈ കോളത്തിനകത്ത് അല്ലെ? കോളത്തിനകത്തായിരിക്കും നിൽക്കുക. ഇപ്പൊ നമ്മളിവിടെ എന്തായാലും ഏത് ബുക്കിലായിരുന്നത്? 4 ലൈനിലാണ്. അതുകൊണ്ടിട്ടാണ് വെളിയിൽ നിൽക്കുന്നത് കേട്ടോ. സാധാരണ 5 ലൈനിലാണ് നാം എന്ത് എഴുതുക? ഹിന്ദി അക്ഷരങ്ങൾ എഴുതുക. അത് കിട്ടാത്തത് കൊണ്ടിട്ടാണ് നാം 4 ലൈനിൽ ഹിന്ദി എഴുതുക. അപ്പൊ നോക്കൂ, സാധാരണയായിട്ട് 5 ലൈൻ എഴുതുമ്പോൾ ഈ മുകളിലത്തെയും ഏറ്റവും താഴത്തെ 5-മത്തെ ഏറ്റവും അവസാനത്തെ കോളം, ഈ 2 കോളം എന്തിനുള്ളതാണ്? 2 കോളം എന്ന് പറയുന്നത് മാത്ര, അതായത് സിമ്പിൾ എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ്. മാത്ര അടയാളങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇവിടെ ഒരു കോളം ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകത്ത് ഇതുപോലെ നിൽക്കുമായിരുന്നു കേട്ടോ. ഇതുപോലെയാണ് സാധാരണ നിൽക്കുക. കണ്ടല്ലോ? മാക്കി സാത്ത് ഊ की मात्रा लगाने जाने पर इसका उच्चारण कैसे होगा? എങ്ങനെ ഇരിക്കും? ഇവിടെ മായുടെ കൂടെ ഊക്കി മാത്ര ചേർക്കുകയാണെങ്കിൽ നാം ഇതിനെ മു. എന്താ വിളിക്കുക? മു. ഒന്ന് പറഞ്ഞേ. മു. മു എന്ന് വിളിക്കും. ഇപ്പൊ ഞാനിപ്പോ കായുടെ കൂടെ ഊക്കി മാത്ര കൊടുക്കുകയാണ്. കാ എഴുതുന്നു. കായുടെ കൂടെ ഊക്കി മാത്രം ഞാൻ കൊടുത്തപ്പോൾ എങ്ങനെ വായിക്കും? കണ്ടോ? ഊയുടെ മാത്രം എവിടാ കൊടുക്കുന്നേന്ന്? എന്താ വായിക്കുക? കു. എന്ത് വായിക്കും? കു. കായുടെ കൂടെ ഊക്കി മാത്രം കൊടുത്തപ്പോൾ ഇങ്ങനെ വായിക്കാം. എന്താ വായിക്കുന്നത്? കു. എന്താണ് വായിക്കുന്നത്? കു. കുറച്ച് വളഞ്ഞു വരണം കേട്ടോ. നമുക്ക് കു. എങ്ങനെ വായിക്കാം? കു. ഫസ്റ്റ് വൺ, മായുടെ കൂടെ ഊക്കി മാത്രം ചേർത്തപ്പോൾ നാം എന്ത് പറഞ്ഞു? മു. കായുടെ കൂടെ ഊക്കി മാത്രം ചേർത്തപ്പോൾ നമുക്ക് എങ്ങനെ വായിക്കാം? കായുടെ കൂടെ ഊക്കി മാത്രം ചേർക്കുമ്പോൾ കു. അടുത്ത അക്ഷരം ഏതാണ്? ഊ. 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 ഒന്ന് എഴുതിക്കേ എല്ലാവരും. ഊ എങ്ങനെ എഴുതുന്നേന്ന് എല്ലാവരും ഒന്ന് എഴുതിക്കേ. നോക്കൂ, കർവ് കൊടുക്കാണ്. ശേഷം സെക്കൻഡ് കർവിന്റെ മിഡിൽ ഭാഗത്ത് നിന്നായിട്ട് നാം എന്ത് ചെയ്യണം? ഇതുപോലെ വരച്ചു കൊടുക്കുക. അപ്പൊ എന്താവും? ഊ എന്നായി. നമുക്കിനി ഊവിന്റെ മാത്രം നോക്കിയാലോ. ഏതക്ഷരമാണിടെ? ഊ. ഇനി നമുക്ക് ഊവിന്റെ മാത്ര എങ്ങനെയാണ് എഴുതുന്നതെന്ന് മനസ്സിലാക്കാം. നോക്കിക്കോളൂ.
ഇതുപോലെ. ഇതെന്താണ്? ഇതാണ് ഊവിന്റെ മാത്ര. ഇതെന്താണ്? അവിടെ ഇങ്ങനെ ചുറ്റിക്കട്ടി വള്ളിയിട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുക കേട്ടോ. ഊവിന്റെ മാത്ര. നമുക്ക് മായുടെ കൂടെ എങ്ങനെയാണ് ഊവിന്റെ മാത്ര കൊടുക്കുന്നത് നോക്കാം. നോക്കി മാ എഴുതുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ലിസൺ, ലിസൺ. ശ്രദ്ധിക്കാം. ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു? ആദ്യം ഒരു സ്റ്റാൻഡിങ് ലൈൻ ഇത്രേ വരയ്ക്കാവൂ. മാ എഴുതുമ്പോൾ ഇവിടം വരെ വരയ്ക്കാവൂ. നമുക്ക് ഇവിടെ നിന്ന് ഇത്ര സ്ഥലത്ത് മാത്രം. എല്ലാവരും എഴുതിക്കുക ഇതുപോലെ. തെറ്റിക്കരുത് കേട്ടോ. അതിനുശേഷം ഇതുപോലെ തിരിച്ചു പോവുക. ശേഷം ഒരു ഒരു സ്ലീപ്പിംഗ് ലൈൻ കൊടുക്കുക. അതിനുശേഷം നാം എന്ത് ചെയ്യണം? ഇവിടെ നിന്നൊരു സ്റ്റാൻഡിംഗ് ലൈൻ താഴേക്ക് കൊടുക്കുക. എന്തായി? നമ്മുടെ അടിപ്പായും കൂടെ കൊടുത്തപ്പോൾ ഇത് മായി മാറി. ഇനി നമുക്ക് ഈ മായോടൊപ്പം ഊക്കി മാത്രം എങ്ങനെ കൊടുക്കും എന്ന് അറിയണ്ടേ? നോക്കി ഞാൻ കൊടുക്കുന്ന എവിടാ നോക്ക്. അതാ ഇവിടെയാണ് കൊടുക്കട്ടോ. ഈ മായയുടെ ഈ കാല് കേട്ടോ, കാലിന് താഴെയായിട്ട് ഇങ്ങനെ വേണം കൊടുക്കാൻ. കണ്ടല്ലോ? എല്ലാവരും ശ്രദ്ധിച്ചോ? എങ്ങനെയാണ് നാം ഇവിടെ മാത്രം കൊടുക്കുന്നത്? എങ്ങനെ കൊടുക്കണം? നമുക്ക് മായയുടെ കൂടെ ഊക്കി മാത്രം കൊടുത്തപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ വായിക്കാം? എന്താണ് വായിക്കുക? ഞാനിപ്പോ നമുക്ക് ഇനി എന്താണ് കായ കൊടുക്കുകയാണ്. കായുടെ കൂടെ നമുക്ക് ഈ ഊക്കി മാത്രം ഒന്ന് കൊടുത്തു നോക്കാം. എങ്ങനെ വായിക്കുമെന്ന് അറിയണ്ടേ? ഞാനിവിടെ കായുടെ കൂടെ ഊക്കി മാത്രം കൊടുക്കാൻ പോവുക. എവിടെ കൊടുക്കണം? ഇവിടെയാണോ കൊടുക്കേണ്ടത്? ഇവിടെയാണോ കൊടുക്കേണ്ടത്? അതോ ഇവിടെയാണോ? കായുടെ കാല് എന്താണ്? കായുടെ കാലതായി കാണുന്നതാണ് കേട്ടോ. കായുടെ കാലിലാണ് കൊടുക്കേണ്ടത്. നമുക്ക് കൊടുത്താലോ? നോക്കൂ, ഇങ്ങനെ കണ്ടോ? ഇങ്ങനെയാണ്. ഇതുപോലെ ഇങ്ങനെ നീട്ടോ. ഇത്ര എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നീട്ടണ്ട കേട്ടോ. ഇങ്ങനെ കണ്ടോ? കായുടെ കൂടെ നമ്മൾ എന്ത് കൊടുത്തു? ഊക്കി മാത്രം കൊടുത്തപ്പോൾ നമുക്ക് എങ്ങനെ വായിക്കാം? ഊ. എന്നാ വായിക്കാം? ഊ. നമുക്ക് മായുടെ കൂടെ ഊക്കി മാത്രം കൊടുത്തപ്പോൾ നമ്മൾ എങ്ങനെ വായിക്കാം? അല്ലേ? അങ്ങനെ വായിക്കണം. നമുക്ക് നമ്മൾ എന്തൊക്കെ പഠിച്ചത് നോക്കൂ. ആക്കി മാത്രം മനസ്സിലാക്കില്ലേ? ആക്കി മാത്രം. ഏതെങ്കിലും ഒരു അക്ഷരത്തിനോടൊപ്പം, ഫോർ എക്സാമ്പിൾ മായോടൊപ്പം ആക്കി മാത്രം ചേർക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ വായിക്കൂടെ? മാ. എങ്ങനെ വായിക്കുക? മാ. അടുത്തേതാണ്? ചോട്ടി. ചോട്ടിക്ക് മാത്രയാണിത്. ചോട്ടിക്ക് മാത്ര. മായുടെ കൂടെ ചോട്ടിക്ക് മാത്ര ചേർക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ വായിക്കാം? മീ. എങ്ങനെയാണ്? നമുക്ക് വെടി ഒന്ന് നോക്കാം. ഈ വെടി ഈ സാക്ക് വലിയ ഈയോടൊപ്പം നമുക്ക് ഈയുടെ മാത്ര. നോക്ക്, ഈയുടെ മാത്രയാണിത്. ഈക്ക് മാത്രയോടൊപ്പം നമുക്കിവിടെ എന്ത് ചേർക്കും? മായോടൊപ്പം വലിയ ഈ അല്ലെ, വലിയ ഈ കൊടുക്കുകയാണ്. ഈയുടെ മാത്ര കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ വായിക്കാം? മീ എന്ന് വായിക്കാം. അടുത്തത് ഊ. ഊ കണ്ടല്ലോ? ഈ ഊവിന്റെ മാത്രയാണ് ഈ കാണുന്നത്. നമുക്ക് ഇപ്പൊ മായോടൊപ്പം
ഊക്കി മാത്രം കൊടുക്കുകയാണെങ്കിൽ ഇതിനെ ഉ എന്ന് വായിക്കണം. അതുപോലെ അടുത്ത അക്ഷരം ഊക്കി മാത്രം എങ്ങനെ എഴുതുന്നതെന്ന് നമുക്കിപ്പം മായോടൊപ്പം ഊക്കി മാത്രം കൊടുക്കുകയാണെങ്കിൽ ഇതിനെ എന്ന് വായിക്കണം. അടുത്ത അക്ഷരം ഏതാണ്? റി. എന്താണ്? റി. എന്നൊക്കെ പറയട്ടെ. റി. നമുക്ക് ആദ്യം റി എഴുതി നോക്കാം. ഋഷി ഋഷി കേട്ടിട്ടല്ലേ? റി. ആദ്യം ഞാൻ എന്ത് എഴുതിയാണ്? ഒരു സ്റ്റാൻഡിങ് ലൈൻ കൊടുത്തു. കേട്ടല്ലോ? ഒരു സ്റ്റാൻഡിങ് ലൈൻ വരച്ചു. നിങ്ങൾ എഴുതത്തില്ലേ? അതിനെ തിരിച്ചെന്നിട്ട് കൊടുത്താൽ കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതുപോലെ എഴുതാം. ശേഷം ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങി താഴേക്ക് വരാം. എന്തായി? കണ്ടോ? ഏതക്ഷരമാണ്? റി. ഇതിന്റെ സിമ്പൽ ഏത് നോക്കേണ്ടത് നമുക്കിനി നോക്കി. സി തിരിച്ച് സീലത്തിലെ കർവ് എന്താണ്? കർവ് തന്നെയാണ് കേട്ടോ. ഈ കർവാണ്. കർവ് കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ റിയുടെ സിമ്പൽ. നമുക്ക് ഇതിന് എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു അക്ഷരത്തിലൂടെ കൊടുത്തു നോക്കിയാലോ? ഇങ്ങനെ വായിക്കുന്നു. നമുക്ക് മായ തന്നെ എടുക്കാം. എല്ലാവരും മായ എഴുതാൻ പഠിച്ചല്ലോ അല്ലേ? മായും കായും എഴുതാൻ പഠിച്ചു കാണുമല്ലേ? നമുക്ക് ആദ്യം ഇതേപോലെ സ്റ്റാൻഡിങ് ലൈൻ. രണ്ടാമത്തെ സോറി ഈ രണ്ട് ലൈൻ കണ്ടോ? രണ്ട് ബ്ലൂ ലൈനിൽ നിന്ന് ഒരൽപ്പം താഴേക്ക് വരിക. അല്പം താഴേക്ക് റെഡ് ലൈനിൽ വന്ന് ടച്ച് ചെയ്യാൻ പാടില്ല കേട്ടോ. ഈ രണ്ട് ബ്ലൂ ലൈനിൽ നിന്ന് അല്പം താഴേക്ക് വരിക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ തിരിച്ചു പോയിട്ടോ. എന്നിട്ട് താഴേക്ക് വന്നു. ഏതക്ഷരമായി? മായി. മായുടെ കൂടെ നമുക്ക് എന്ത് കൊടുക്കാതെ? റീക്കി മാത്രം. ഈ റീക്കി മാത്രം എവിടാ കൊടുക്കാൻ നോക്കി? ഇവിടെ മായുടെ കാലിന്റെ താഴെ കേട്ടോ. നമുക്ക് ഇവിടെ കൊടുക്കാതെ ഇവിടെ ഇങ്ങനെ കൊടുക്കുക. അപ്പൊ എന്ത് ഇങ്ങനെ കൊടുത്തോ? കണ്ടല്ലോ എല്ലാവരും ഇവിടെ കൊടുത്തേന്ന്. മാ എഴുതി താഴെ എന്ത് കൊടുത്തു? റീക്കി മാത്രം. ഇതിന് നാം എങ്ങനെ വായിക്കും? ഇങ്ങനെ വായിക്കും. എന്താണ്? എന്ന് വായിക്കാം. എങ്ങനെ വായിക്കണം? കാവിന്റെ കൂടെ നോക്കിയാലോ? മൃ എന്ന് വായിച്ചു. ഇവിടെ എന്താണ്? കായുടെ കൂടെ ഞാനിപ്പോ റീക്കി മാത്രം കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ വായിക്കാൻ പറ്റും. ഇങ്ങനെ വായിക്കാം. ഇത് മൃ, ഇത് കൃ. കൃഷ്ണ എന്നൊക്കെ പറയത്തില്ലേ? കൃഷ്ണ എന്നൊക്കെ പറയുമല്ലോ. ഇതുപോലെ വേണം എഴുതാനായിട്ട്. ഇതെന്താണ്? കൃ. കായുടെ കൂടെ റീക്കി മാത്രം ലഗാനെ ജാനെ पर इसका उच्चारण എങ്ങനെ ഇരിക്കൂടെ? ഇത് കൃ. എങ്ങനെയാണ്? കൃ എന്ന് പറയും. മനസ്സിലായല്ലോ എല്ലാവർക്കും? അടുത്ത ഏതാണെന്ന് നോക്കാം. അടുത്ത അക്ഷരമാണ് ഈ. ആദ്യം ഈ എന്ന വർണ്ണം എഴുതാം. ഇതെന്ന് ഇങ്ങനെ താഴെ കണ്ടല്ലോ. ശേഷം ഇതുപോലെ എഴുതുക. കഴിഞ്ഞ ക്ലാസ്സിൽ
ഈ സ്വരാക്ഷരങ്ങൾ എഴുതാൻ പഠിച്ചിരുന്നു. അതുകൊണ്ടാണ് സ്വരാക്ഷരങ്ങൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് പറയാത്തത് കേട്ടോ. ദേശമാണ് എ. ദേശമാണ് എ. നോക്കൂ, നമുക്കിനി എയുടെ സിംബൽ ഏതാണെന്ന് നോക്കാം. മാത്രം ഏതാണെന്ന് നോക്കാം. മാത്രം എവിടെയാണ് എഴുതുന്നതെന്ന് അറിയണ്ടേ? ഈ മുകളിലാണ് മാത്രം എഴുതുന്നത്. കണ്ടല്ലോ, ശ്രദ്ധിക്കുക. ഇതാണ് എയുടെ മാത്ര. ദീർഘാക്ഷരത്തിന്റെ മാത്രയാ എയുടെ മാത്രയാണ് ഈ കാണുന്നത്. എ കണ്ടോ? ദീർഘാക്ഷരത്തിന്റെ മാത്രയാണ് എ. എയുടെ മാത്രയാണ് ഇത്. നമുക്കൊരു അക്ഷരത്തിന്റെ കൂടെ കുറിച്ച് നോക്കിയാലോ, എങ്ങനെ വായിക്കുമെന്ന് അറിയാം, മനസ്സിലാക്കാം. ഇപ്പൊ ഞാനിപ്പോ ആ തന്നെ എഴുതുകയാണ്. മായുടെ കൂടെ എയുടെ മാത്രം കൊടുത്താൽ എങ്ങനെ വായിക്കട്ടെ? ഒന്ന് ഉച്ചരിച്ചു നോക്കി നിങ്ങള്. എങ്ങനെ വായിക്കണം? മേ. എങ്ങനെ വായിക്കാം? നമുക്ക് മായുടെ കൂടെ എക്ക് മാത്രം കൊടുത്തപ്പോൾ എങ്ങനെ വായിക്കണം? മേ. വായിച്ച് മേ. ഇനി കായുടെ കൂടെ के साथ एक की मात्रा लगाने जाने पर इसका उच्चारण എങ്ങനെയാണ്? കെ. എങ്ങനെ പറയണം? കെ. എങ്ങനെയാണ്? കെ. ഈയുടെ മാത്ര കണ്ടു. ഏത് അക്ഷരം പഠിച്ചു? ഈ മാത്രയാണിത്. മായുടെ കൂടെ ഈ മാത്രം കൊടുത്തപ്പോൾ ഇതിനെ മേ എന്ന് വായിച്ചു. അതുപോലെ കായുടെ കൂടെ ഏക്ക് മാത്രം കൊടുത്തപ്പോൾ ഇതിനെ കേശു. മനസ്സിലായോ? ഇനി നമുക്ക് അടുത്ത അക്ഷരം ആയി നോക്കാം. ഇപ്പോ എ ആയി. എ ആണെങ്കിൽ എന്തൊക്കെ വേണം? ഒരു പ്രത്യേകത ഉണ്ട് അല്ലെ? നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഏതക്ഷരമാണ്? ഐ. ഏതക്ഷരമാണ്? ഐ. ഇനി നമുക്ക് ഐയുടെ സിംബൽ നോക്കണ്ടേ? എല്ലാവരും എന്തായി? എയുടെ സിംബൽ. ശേഷം എന്ത് ചെയ്യണം? താഴെ ഉണ്ടോ? എന്തായി? ഇതാണ് ഐയുടെ സിംബൽ. എന്താണിത്? ഐയുടെ സിംബലാണ് ഇത്. കണ്ടല്ലോ, എല്ലാവരും ഐയുടെ സിംബൽ എഴുതാൻ പഠിച്ചു. ഇനി നമുക്ക് ഒരു അക്ഷരത്തിന്റെ കൂടെ ഈ ഐയുടെ സിംബൽ ഒന്ന് കൊടുത്തു നോക്കാം. നമ്മൾ നേരത്തെ കൊടുത്തതുപോലെ തന്നെ ഈ മായുടെ കൂടെ ഐയുടെ സിംബൽ കൊടുത്താൽ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. എങ്ങനെയായിരിക്കും നിങ്ങൾ പറഞ്ഞു നോക്കിക്കേ. എങ്ങനെ ഉച്ചരിക്കണം? മൈ. എന്താത്? മൈ. എങ്ങനെ ഉച്ചരിക്കാൻ കൂടെ? മൈ. കായുടെ കൂടെ ഒന്ന് കൊടുത്തു നോക്കിയാലോ? കായുടെ കൂടെ നമ്മുടെ ഐയുടെ സിംബൽ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ ഉച്ചരിക്കണം? എല്ലാവരും എഴുതി നോക്കിയേ. ഐയുടെ സിംബൽ കൊടുത്തു നോക്കാം. എല്ലാരും കായ എഴുതിയല്ലോ. ഐയുടെ സിംബൽ കൊടുക്കാം. അതുപോലെ ഓരോ അടയാളങ്ങൾ എവിടെയാണ് ഇടേണ്ടതെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇവിടെ തന്നെ കറക്റ്റ് ഇവിടെ തന്നെ വരണം കേട്ടോ. എന്താ ഇത്? കൈ. നമ്മളിപ്പോ കായുടെ കൂടെ ഐയുടെ സിംബൽ ചേർത്തപ്പോൾ നമുക്ക് ഇങ്ങനെ വായിക്കാം.
കൈ. മായുടെ കൂടെ ഐയുടെ സിമ്പിൾ കൊടുത്തപ്പോൾ നമുക്ക് എങ്ങനെ വായിക്കാം? മൈ. നമ്മൾ ഏതൊക്കെയാ പഠിച്ചത്? ആയുടെ സിമ്പിൾ കണ്ടു അല്ലേ? ആയുടെ സിമ്പിൾ മനസ്സിലാക്കി, നിങ്ങൾ ഈയുടെ സിമ്പിൾ മനസ്സിലാക്കി, ഈയുടെ സിമ്പിൾ മനസ്സിലാക്കി, ഊവിന്റെ സിമ്പിൾ മനസ്സിലാക്കി, ഊവിന്റെ സിമ്പിൾ മനസ്സിലാക്കി, റീയുടെ സിമ്പിൾ മനസ്സിലാക്കി, എയുടെ സിമ്പിൾ മനസ്സിലാക്കി, ഐയുടെ സിമ്പിൾ മനസ്സിലാക്കി. ഇനി അടുത്ത എന്താ നാം പഠിക്കേണ്ടത്? അടുത്തത് അടുത്ത അക്ഷരം ഏതാണ്? ഏതാണ് അടുത്ത അക്ഷരം? ഐ കഴിഞ്ഞാല് അതെ ഓ. ഏതക്ഷരമാണ്? ഓ. നമുക്ക് ആദ്യം ഓ എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും ഓ എഴുതാൻ പഠിച്ചല്ലോ. പെട്ടെന്ന് എഴുതിക്ക്. നോക്കിക്കോളൂ, അറിയാത്തവര് ശ്രദ്ധിക്കേട്ടോ. രണ്ട് കർവ് കൊടുത്തു. രണ്ട് കർവിന്റെ രണ്ടാമത്തെ കർവിന് നമുക്ക് എന്ത് ചെയ്തു? അതിന്റെ കാലൊന്ന് അതിനുശേഷം രണ്ടാമത്തെ കർവിന്റെ മിഡിൽ ഭാഗത്ത് നിന്നായിട്ട് നാം എന്ത് കൊടുത്തു? ഒരു ലൈൻ കൊടുത്തു. ശേഷം ഇവിടെ പോലെ കൊടുത്തു. ഇപ്പൊ നമുക്ക് എന്തായി? ആയി. ശേഷം ഒരു സ്റ്റാൻഡിങ് ലൈൻ കൊടുത്തു. അപ്പൊ എന്ത് വായിക്കുന്നേ? നമുക്ക് ആ എന്ന് വായിക്കാം. ഇനി എന്ത് വേണം? ഓ ആണെങ്കിൽ മുകളിൽ ഇതുപോലെ ഒന്നുകൂടെ കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്നുകൂടെ കൊടുക്കണം. എന്താ കൂടെ? എന്തായി? ഓ. എന്താണ്? ഓ. എല്ലാവരും ഓ എഴുതിക്ക്. ഓ എഴുതിയതിനു ശേഷം ഇതിന്റെ സിമ്പല് കൊടുക്കാം. ഓയുടെ സിമ്പല് ഈ അക്ഷരത്തിനോടൊപ്പം തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കാം. കണ്ടല്ലോ, സ്റ്റാൻഡിങ് ലൈൻ വരച്ചു. അതിനുശേഷം എന്താണ്? ഇങ്ങനെ കൊടുക്കുക. എന്താണ്? ഇതാണ് ഓയുടെ സിമ്പൽ. എന്താണ്? ഇത് ഓയുടെ സിമ്പൽ ആണ്. മനസ്സിലായോ എല്ലാവർക്കും? ഒന്ന് മതി കേട്ടോ. ഇവിടെ ഏതക്ഷരമാണ്? ഓ. ഓയുടെ സിമ്പൽ ഏതാണ്? എന്താണ് സിമ്പൽ? ഏതെങ്കിലും ഒരു അക്ഷരത്തിനോടൊപ്പം നമുക്ക് എന്ത് ചെയ്യാം? അതെ, അപ്പൊ ഓയുടെ മാത്രം ഒന്ന് നോക്കാം. നമുക്ക് സാധാരണ നമുക്ക് ഏതക്ഷരത്തോടൊപ്പം നമ്മളൊപ്പം എഴുതിക്കൊണ്ടിരിക്കുന്നത് മായോടൊപ്പം അല്ലേ? മാക്കി की मात्रा लगानी जाने पर इसका उच्चारण എങ്ങനെയായിരിക്കും? മൂ. എന്ന് പറഞ്ഞേ. മായുടെ കൂടെ നാം എന്ത് കൊടുത്തു? ഓയുടെ മാത്രം കൊടുത്തപ്പോൾ ഇതിനെ നാം മോ എന്ന് വായിക്കും. മോ എന്ന് വായിക്കും. അടുത്തത് അടുത്ത അക്ഷരം എഴുതാം. ഫോർ എക്സാമ്പിൾ എഴുതിക്കാണ് കേട്ടോ. കൂടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ വായിക്കണ്ടേ? എങ്ങനെ വായിക്കാം? കോ എന്ന് വായിക്കാം. എങ്ങനെ വായിക്കാം? കോ. എങ്ങനെയാണ് വായിക്കുന്നത്? ഓ. നോക്കൂ, ഓയുടെ മാത്രം മനസ്സിലാക്കി അല്ലേ? ഈ മാ എന്ന അക്ഷരത്തോടൊപ്പം ഓയുടെ മാത്രം കൊടുത്തപ്പോൾ നമുക്കിതിനെ മോ എന്ന് വായിക്കാം. അതുപോലെ ആയുടെ എന്ന അക്ഷരത്തോടൊപ്പം ഓയുടെ മാത്രം കൊടുത്തപ്പോൾ ഇതിനെ കോ എന്ന് നമുക്ക് വിളിക്കാം. മനസ്സിലായോ? അടുത്ത അക്ഷരം ഏതാണ്? ഏതാണ് അടുത്തത്? ഔ. ഏതാണ് അക്ഷരം? ഔ. ആദ്യം ഔ എഴുതി നോക്കാം.
ഔ എഴുതാം. എല്ലാവരും പെട്ടെന്ന് ഔ എഴുതിയേ. ആദ്യം ഒരു ചെറിയ കർവ്, ശേഷം എന്ത് ചെയ്യണം? രണ്ടാമത്തെ കർവ് വലുതാക്കി കൊടുക്കുക. രണ്ടാമത്തെ കർവിന്റെ മിഡിൽ ഭാഗത്തും ഇതുപോലെ ചരിച്ച് വര കൊടുക്കുക. ശേഷം എന്ത് ചെയ്യണം? ഒരു സ്റ്റാൻഡിങ് ലൈൻ കൊടുക്കുക. ശേഷം ആക്കി മാത്രം കൊടുത്തു. അല്ലെ, നമുക്ക് എന്ന് വായിക്കാം. അതിനുശേഷം ചെയ്യണം ഒരു ചെറിയൊരു കൊടുക്കാം. എന്തായി? ഔ. എന്തായാലും ഔ ആയി അല്ലേ? ഔ ആയിട്ടുണ്ട്. ഇനി എന്ത് വേണം? ഇതിന്റെ മാത്രം എഴുതിയാലോ? ഇതിന്റെ മാത്രം എഴുതി നോക്കാം. എല്ലാവരും അക്ഷരം എഴുതി. അക്ഷരമാണ് ഔ. നമുക്കിനി ഔവിന്റെ മാത്രം എഴുതാം. എങ്ങനെയായിരിക്കും? ആദ്യം എന്ത് കൊടുക്കാം? സ്റ്റാൻഡിങ് ലൈൻ അല്ലേ? അതിനുശേഷം എന്താണ്? പിന്നുകളില് ഇതുപോലെ കൊടുക്കുക. ശേഷം എന്ത് കൊടുക്കണം? വരയിച്ച് ഇതുപോലെ കൊടുക്കണം. എന്താണ്? ഔവിന്റെ മാത്രയാണ്. ഔവിന്റെ മാത്രയാണ്. ഔ മാത്ര. എല്ലാവരും കണ്ടില്ല ഔവിന്റെ മാത്ര എങ്ങനെ എഴുതണമെന്ന്? നമുക്ക് ഏതെങ്കിലും ഒരക്ഷരത്തിനോടൊപ്പം ഇപ്പം ഈ ഔവിന്റെ മാത്ര കൊടുത്താൽ എങ്ങനെയാണ് ഇതിനെ വിളിക്കുക നോക്കാം. നമുക്ക് നമ്മൾ എഴുതാൻ ഏതക്ഷരമാണ്? മായും കായുമാണ്. നമുക്ക് ആദ്യം മായുടെ കൂടെ ഈ ഔവിന്റെ മാത്രം നോക്കാം. എങ്ങനെ വായിക്കും പറഞ്ഞേ? ഉച്ചരിച്ച് നോക്കിയേ. എന്ത് വായിക്കൂടെ? മൗ. എങ്ങനെ വായിക്കും? മൗ എന്ന് വായിക്കും. അടുത്ത അക്ഷരം നമ്മൾ പഠിച്ചത് കായാണ് അല്ലെ? ഇപ്പൊ എല്ലാവരും കായും മായും ഏകദേശം പഠിച്ചു കഴിഞ്ഞില്ലേ? പഠിച്ചു കഴിഞ്ഞു അല്ലെ? ഓക്കെ, നമുക്ക് ആദ്യം ഒരു സ്റ്റാൻഡിങ് വരയ്ക്ക് ഇത്രയും ഡാർക്ക് ആക്കണ്ട കേട്ടോ. എന്ത് ചെയ്യണം? ഇവിടുന്ന് ഇങ്ങനെ ഇതുപോലെ വരച്ച് എന്താണ്? ഇത് കായാണ്. ഈ കായുടെ കൂടെ നമ്മൾ ഏത് സിമ്പലാ കൊടുക്കുന്നത്? ഔവിന്റെ സിമ്പൽ കൊടുക്കുകയാണ്. നോക്കിക്കോളൂ. രണ്ടാമത്തെ സിമ്പൽ ചെറുതായിരിക്കണം, ആദ്യത്തേത് കുറച്ച് വലുതായിരിക്കണം കേട്ടോ. എന്തായത്? കൗ. എന്തായത്? കൗ. മായോടൊപ്പം ഔക്കി മാത്രം കൊടുത്തപ്പോൾ എന്ത് വായിച്ചു? മൗ. അതുപോലെ കായുടെ കൂടെ ഔക്കി മാത്രം കൊടുത്തപ്പോൾ എന്ത് വായിക്കണം? കൗ എന്ന് വായിക്കണം. ഇതൊക്കെയാണ് മാത്ര. ഇനി അടുത്തത് നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? നമുക്കിനി അല്ലേ? ആ മുതൽ ഔ വരെയാണ് നമ്മുടെ ഹിന്ദിയിലെ അക്ഷരങ്ങൾ കേട്ടോ. സോറി, സ്വരങ്ങൾ ആ മുതൽ ഔ വരെയുള്ള അക്ഷരങ്ങളെയാണ് വർണ്ണമാലയിലെ സ്വരാക്ഷരങ്ങൾ എന്ന് നാം പറയുക. അതുപോലെ ഈ ഔവിന് ശേഷമുള്ള 2 അക്ഷരങ്ങൾ കൂടി നിങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നേ? അമ്മ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? അമ്മ എന്ന് പറയുന്നത് എന്താണ്? അത് അനുസ്വാരമാണ്. അനുസ്വാരമാണ്. നോക്കൂ, ഇതിനെ അക്ഷരമായിട്ട് കൂട്ടിയിട്ടില്ല കേട്ടോ. അതായത് ഏതെങ്കിലും മുകളിലൊരു കണ്ടല്ലോ എല്ലാവരും. നമുക്കിപ്പം ഏതെങ്കിലും അക്ഷരത്തിനോടൊപ്പം ഈ അനുസ്വാരം ചേർക്കുകയാണെങ്കിൽ, അതായത് ഈ മായോടൊപ്പം ഞാനിപ്പോ ഈ ഡോട്ട് ഉണ്ടല്ലോ, ഈ ഡോട്ട് കൊടുത്താൽ അതിനെ എന്ത് വായിക്കണം? മം എന്ന് വായിക്കണം. മായോടൊപ്പം അനുസ്വാരം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ വായിക്കണം? കം. കേട്ടോ, എങ്ങനെ വായിക്കണം? കം എന്ന് വായിക്കണം. അപ്പൊ എല്ലാവർക്കും അനുസ്വാരം എന്താണെന്ന് എല്ലാവർക്കും അറിയാം.
അതുപോലെ തന്നെ അടുത്തൊന്നും നിങ്ങൾ കണ്ടിരുന്നല്ലോ അല്ലെ? വർണ്ണമാല ചാർട്ട് എടുക്കുമ്പോൾ അവസാനം എന്താണ്? 2 അക്ഷരം കൂടെ അഡീഷണൽ കാണാറുണ്ട് അല്ലെ? നമുക്ക് ഇതൊന്നും കൂടെ കാണാറുണ്ട് അല്ലെ? ഇതെന്താണ്? ആഹ അല്ലെ? ആഹ, റഹ എന്നുള്ള ഒരു ഉച്ചാരണം ഇതിന് വരുന്നുണ്ട് കേട്ടോ. ഇതെന്താണ്? ഇത് വിസർഗം എന്നാണ് പറയുക. എന്താണ്? വിസർഗം. ഹ, ഹ, അഹ. കണ്ടോ? നിങ്ങൾ തൽക്കാലം ഇതൊന്നും പഠിക്കേണ്ട. ഈ ഔ വരെയുള്ള എന്ത് പഠിക്കണം? സിംബൽ അല്ലേ? ഈ ചിഹ്നങ്ങൾ ആ മുതൽ ഔ വരെയുള്ള സിംബൽസ് നന്നായി മനസ്സിലാക്കാം. ഇതുവരെയുള്ള സിംബൽസ് എല്ലാവർക്കും മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കും. എല്ലാവർക്കും മനസ്സിലായോ? നന്നായി മനസ്സിലായി കാണും അല്ലേ? എല്ലാവരും ഈ അക്ഷരങ്ങളും നമ്മുടെ സ്വരാക്ഷരങ്ങൾ എഴുതാനും പഠിച്ചു. നമ്മുടെ അടയാളങ്ങളും മനസ്സിലാക്കി. എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? നമ്മുടെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് ഈ അക്ഷരങ്ങളും അടയാളങ്ങളും എഴുതി പഠിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ബൈ ബൈ.